നമ്മുടെ വീഡിയോ ആദ്യമായിട്ട് കാണുന്ന ആളുകളുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. എന്തെങ്കിലുമൊക്കെ അഭിപ്രായ വ്യത്യാസം ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ എഴുതി വിടുക. അസ്സലാമു അലൈക്കും, നമസ്കാരം. PTS ഗ്രൂപ്പിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. മലപ്പുറം ജില്ലയിലെ നിലമ്പൂരി എടക്കര ടൗണിൽ നിന്ന് മരുത റോഡിലൂടെ വരുമ്പോൾ നിങ്ങൾക്ക് കരുന്നച്ചി പള്ളിപ്പടി അങ്ങാടി നിന്ന് 1.5 കിലോമീറ്ററുള്ളിൽ ഇതിലേക്കുള്ള വഴിദൂരം. അതേമാതിരി അമ്പലം, പള്ളി, മദ്രസ, ചർച്ച് എല്ലാം തൊട്ടടുത്ത്. ആകെ 200 മീറ്റർ ഒക്കെ ഉള്ളൂ അമ്പലത്തിലേക്ക്, പള്ളിയിലേക്ക്, മദ്രസ എല്ലാം ഉള്ള ഒരു ഏരിയയും കൂടിയാണ് ഇപ്പം നിങ്ങളോട് പറയുന്നത്. ഈ വീട്ടിലേക്ക് വരുന്ന വഴിയാണിത് കാണുന്നത്. ഒരു 10 അടി വഴി അല്ലേ, 10 അടി വഴി ഉണ്ടാവും. 10 അടി വഴി ഈ വീട്ടിലേക്കുള്ള മാത്രം ഉള്ള വഴിയാണ്. അതിൽ നല്ല അതിമനോഹരമായ നല്ലൊരു തേങ്ങ അടിപൊളി ഒരു തെങ്ങ് ഇതിൽ ഉണ്ട്. ബാക്ക് ഭാഗത്തും ഒരു തെങ്ങ്, 2 തെങ്ങ്. തേങ്ങക്ക് പുറത്തു പോകണ്ട, എല്ലാം തൊട്ടടുത്തുള്ള ഒരു വണ്ടി നമുക്ക് നേരെ കയറ്റി നിർത്താനുള്ള സൗകര്യം, സ്പേസ് ഈ ഫ്രണ്ട് ഭാഗത്തുണ്ട്. വിശാലമായ നല്ല സൗകര്യം. പിന്നെ വീട് നിങ്ങൾക്ക് പറയുകയാണെങ്കിൽ 6 സെൻറ്റാണ്. 6 സെൻറ്റ് സ്ഥലത്തിൻ്റെ വഴി കൂട്ടാതെ 6 സെൻറ്റ് ഉണ്ട് എന്നാണ് ഇതിൽ റെക്കോർഡിലുള്ളത്. നല്ലൊരു സ്ഥലമാണ്, വീടാണ്. ഈ വീടിൻ്റെ സിറ്റ് ഔട്ടിലാണ് ഇപ്പോൾ ഞാൻ കയറി നിൽക്കുന്നത്. ആളുകൾക്ക് വന്നിരിക്കാനുള്ള സൗകര്യം, വിശാലമായ ഒരു നല്ലൊരു തിണ്ട്. ആളുകൾക്ക് ഒന്നിങ്ങനെ സീറ്റൊക്കെ തുണിയൊക്കെ വിരിച്ച് ഇതിമൊക്കെ കിടക്കാനും. പിന്നെ കയറി വരുമ്പോൾ മുകൾ ഭാഗത്ത് ഫുൾ സീറ്റാണ് ഇട്ടിട്ടുള്ളത്. ഈ വീടിൻ്റെ ഓരോ ഭാഗങ്ങൾ നിങ്ങൾ കാണണം, വീഡിയോ മൊത്തം കാണണം. അത് കുറഞ്ഞ വിലയുള്ളൂ നമ്മൾ ചോദിക്കുന്നത്. PTS ഗ്രൂപ്പിൻ്റെ ചാനൽ നിങ്ങൾക്ക് ശ്രദ്ധിച്ചാൽ അറിയാം, നല്ല നല്ല വിലക്ക് വ്യത്യാസമുണ്ട്. നല്ല നല്ല കസ്റ്റമർ നമുക്ക് വരുന്നുണ്ട്. അതിമനോഹരമായ വീടിൻ്റെ ഉൾഭാഗത്ത് ഹാളിലാണ് നിൽക്കുന്നത്. ഹാളിലേക്ക് ഇതിലൊരു ഇങ്ങനെ പാസ്സായിട്ട് ഇങ്ങനെ പോകാനും, അതേമാതിരി ഇതിലൊരു ചെറിയൊരു കട്ടിങ്, ഒരു ഹാള് മോഡലിൽ തന്നെ നമുക്ക് പറയാം. ആളുകൾക്ക് വന്നിരിക്കാനുള്ള സൗകര്യം. ഹാളിൽ നിന്ന് നേരെ ഒരു കോമൺ ബാത്റൂമിലേക്ക് ഉള്ളിലേക്കാണ് പോകുന്നത്. നമുക്ക് കുളിക്കാനും, ചെറിയ കുട്ടികൾ പ്രസവിച്ച് കിടക്കുന്ന കുട്ടികളുടെ തുണികളൊക്കെ ഒന്ന് അലക്കാനും ഒക്കെ ഒരു കല്ലും ഇതിൽ വെച്ചിട്ടുണ്ട്. നമ്മുടെ ബാത്റൂം സാധാ ടോയ്ലറ്റ് ക്ലോസറ്റ് ഇതിലുണ്ട്. പിന്നെ ഇതിലെ ഡോറ് വെച്ചിട്ടുള്ള ഡോറ് നമുക്ക് ഇഷ്ടപ്പെട്ട മോഡൽ ഒരു ഡോറുമാണെങ്കിൽ നിങ്ങൾ എടുക്കുന്ന വ്യക്തികൾക്ക് വെക്കാം. അടിഭാഗത്ത് സീറ്റാണ് ഇട്ടിട്ടുള്ളത്, കുറെ ഫുള്ള് സീറ്റാണ് പതിച്ചിട്ടുള്ളത്. ഇനി ഇതിൻ്റെ ഈ വർക്കൊന്നും എടുക്കാതെ നിങ്ങൾക്ക് ഇങ്ങനെ വേണമെങ്കിൽ എടുക്കാം. അല്ല, നിങ്ങൾക്ക് വേണമെങ്കിൽ എല്ലാ പണി തീർത്ത് വരുമ്പോൾ അതിന് ചെറിയൊരു എമൗണ്ട് വ്യത്യാസം വരും. ഞാൻ നേരെ ഉള്ളിലേക്ക് കയറുമ്പോൾ വലത് ഭാഗത്തെ ഫസ്റ്റത്തെ റൂം അത് നിങ്ങൾക്ക് കാണാം. നമ്മൾ ഒരു കട്ടിലിട്ട് കഴിഞ്ഞാൽ സ്പേസും കാര്യങ്ങളൊക്കെ ഒന്ന് നോക്കിക്കോളും. പിന്നെ അലമാര ചെറിയ 2 റാക്ക്, നമുക്ക് അലമാര മോഡൽ ചെറുതായിട്ട് നമുക്ക് സാധനങ്ങൾ വെക്കാനുള്ള വളരെ ഇതൊക്കെ എല്ലാം ഉണ്ട്. പിന്നെ കറണ്ട് ഉണ്ട്. പിന്നെ അതേമാതിരി വെള്ളം, കിണർ അതും ഇതിലുണ്ട്, ഉൾക്കൊള്ളുന്നുണ്ട്. പിന്നെ നേരെ രണ്ടാമത്തെ റൂമിലേക്കും കയറിയപ്പോൾ നല്ല അതിന് വിശാലമായ നല്ല സൗകര്യം ഈ റൂമിലുണ്ട്. അത്യാവശ്യം നല്ല അങ്ങനെ 2 റൂം കണ്ടു. 2 റൂമും കുഴപ്പമില്ലാത്ത റൂമും, അതും അതേപോലെ തന്നെ അലമാര അതേ മോഡലിൽ ചെറിയൊരു അലമാരായി സെറ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ നേരെ പോകുമ്പോൾ 3ാമത്തെ റൂമിൻ്റെ ഇടയിലായിട്ട് ഇവിടെ ഒരു ഹാള് മാതിരി ഭക്ഷണം കഴിക്കാൻ, ടേബിൾ ഇടാൻ നല്ലൊരു സ്പേസ്. അല്ല, നമുക്കൊരു TV വെച്ച് TV ഇരുന്ന് നമുക്ക് TV കാണണമെങ്കിൽ ഇങ്ങോട്ട് ഒഴിഞ്ഞു മാറി നമുക്ക് കാണും ചെയ്യാം. നമ്മൾക്ക് ടേബിൾ ഇട്ട് ഭക്ഷണം കഴിക്കാനുള്ള സൗകര്യമുണ്ട്. ഈ ഭക്ഷണം കഴിക്കുന്ന ഡൈനിങ് ഹാളിന് നേരെ തൊട്ടിപ്പുറത്ത് 3ാമത്തെ റൂം. അതാണ് ഏറ്റവും ശ്രദ്ധിക്കേണ്ടത്. ഒരു വീട് കയറി വരുമ്പോൾ നമുക്കതൊന്നും അറിയണില്ല, ഉള്ളിലേക്ക് കയറുമ്പോഴാണ് റൂമുണ്ട്, നല്ല സൗകര്യമുണ്ട്. അങ്ങനെ 3 റൂം, ഹാള്, സിറ്റ് ഔട്ട്, ഡൈനിങ് ഹാള് എല്ലാം അടങ്ങിയൊരു വീട്. അത് 6 സെൻറ്റിലാണ്. ഇനി നേരെ പുറത്തോട്ടൊരു വർക്കര എടുത്തിട്ടുണ്ട്. വർക്കരിൻ്റെ തൊട്ടിപ്പുറത്തെ ഒരു സ്റ്റോർ റൂം, ഒരു റൂം വേണമെങ്കിൽ ആക്കണമെങ്കിൽ തറട്ടിട്ടുണ്ട്. നല്ല 6 സെൻറ്റിലാണ്. ഈ വീട് എടുക്കുന്ന വ്യക്തികൾക്ക് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന അനുയോജ്യമായ ടൈലിടുന്ന മുകൾ ഭാഗത്തേക്ക് ശ്രദ്ധിച്ചപ്പോൾ അത് മുകൾ ഭാഗത്ത് ഫുള്ള് സീറ്റാണ് ഇട്ടിട്ടുള്ളത്. അടിഭാഗത്ത് ഒരു പണി എടുത്തിട്ടില്ല, ഒരു വർക്കും ചെയ്തിട്ടില്ല. ആലുവ അടുപ്പല്ല, സാധാ ഇങ്ങനെ മൺചട്ടി, നല്ല സാധാ അല്ലേ മണ്ണ് കൊണ്ടുണ്ടാക്കിയ സാധനമാണ് തോന്നുന്നത്. നല്ല നാച്ചുറല്, നല്ല രസമുള്ള മോഡല് ഒരു അടുപ്പ് ഉണ്ടാക്കിയിട്ടുണ്ട്. നമുക്ക് ആലുവ അടുപ്പ് തന്നെയാണ് അല്ലേ, ആലുവ അടുപ്പിൻ്റെ പ്രത്യേകത മോഡൽ ആലുവ അടുപ്പ് തന്നെയാണെന്ന് പറയുന്നത്. പോകാനും മുകളിലേക്ക് ഇതുണ്ട്. പിന്നെ പാത്രം കൈകാനുള്ള സൗകര്യങ്ങളും പൈപ്പും കാര്യങ്ങളും വെച്ചിട്ടില്ല. ബാക്കി ഇങ്ങനെ ഈ കണ്ടീഷനിൽ ഇപ്പം ഞാൻ ഈ വീഡിയോയിൽ കാണുന്ന ഈ കണ്ടീഷനിൽ നിങ്ങൾ എടുത്തു കഴിഞ്ഞാൽ ആകെ നിങ്ങൾക്ക് 6 സെൻറ്റ് സ്ഥലം
ആ വീടിൻ്റെ ആ വയ്യിൻ്റെ സ്ഥലത്ത് നിങ്ങൾ കൂട്ടിയിട്ടില്ല, ചിലപ്പോൾ അതിലേറെ മേലൊക്കെ ഉണ്ടാവും. പിന്നെ ബസ് റൂട്ട് റോഡിൽ നിന്ന്, അതാണ് നിങ്ങളോട് ഏറ്റവും പറയാനുള്ളത്. വണ്ടി വാഹനങ്ങളൊക്കെ ഈ വീട്ടിലേക്ക് വരാനുള്ള സൗകര്യമുണ്ട്. ബസ് റൂട്ട് റോഡിൽ നിന്ന് ആകെ ഇതിലേക്ക് 200 മീറ്റർ ഉള്ളൂ ബസ് റൂട്ട് റോഡിൽ നിന്ന്. അതാണ് ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ടത്. എല്ലാ റേഷൻ പീടിയ കടകൾ ഒക്കെ 200 മീറ്റർ ഉള്ളൂ. കടകൾക്ക് പോകാൻ, റേഷൻ പീടിയൊക്കെ പോകാൻ, ഡ്രൈവിംഗ് സ്കൂള്, പിന്നെ അതേമാതിരി കുട്ടികളുടെ സ്കൂള് ഇവിടുന്ന് ഏകദേശം കുറഞ്ഞ, അതായത് ഒരു 1 മുതൽ 5 വരെയൊക്കെ ഉള്ളത് ആകെ ഒരു 1/2 കിലോമീറ്റർ പോയി കഴിഞ്ഞ് സ്കൂളിലേക്ക് എത്തി. നല്ല സൗകര്യമുണ്ട്. പിന്നെ പാലേമാട് സ്കൂളിലേക്ക് ഇവിടുന്ന് ഏകദേശം ഒരു 2-2.5 കിലോമീറ്റർ പോയാൽ പാലേമാട് സ്കൂളിലേക്കും എത്തും. പിന്നെ സ്കൂളിലേക്ക് പോകുന്ന വണ്ടിയൊക്കെ തൊട്ടടുത്ത് നമ്മൾ 200 മീറ്റർ പോയി കഴിഞ്ഞാൽ സ്കൂൾ വണ്ടി വരും. അവർക്ക് നിങ്ങൾക്ക് പോകാൻ സുഖമാണ്. അത് വിടണ്ട, നല്ലൊരു വീടാണ്. നല്ല നമ്മൾ ഇതൊക്കെ നോക്കേണ്ട, വൈസൗകര്യമുണ്ട്. അതും നല്ല വെള്ളം വീടിൻ്റെ വലത് ഭാഗത്തിട്ട് താഴോട്ട് വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അത് വെള്ളത്തിൻ്റെ സൗകര്യമുണ്ട്, നല്ല വെള്ളമുണ്ട്, കിണറുണ്ട് ഇതിൽ. അങ്ങനെ ഈ വീടിന് ഞങ്ങൾ ചോദിക്കുന്ന എത്ര ഉള്ളൂ അറിയോ? ഒരു 12 ലക്ഷം റുപ്യ ഈ കണ്ടീഷനിൽ. നിങ്ങൾക്ക് ഇതൊരു പണിയൊക്കെ എടുത്ത് തരണമെങ്കിൽ കുറച്ച് പൈസ ചില്ലറ കൂടും. ഈ കണ്ടീഷനിൽ 12 ലക്ഷം രൂപ. പിന്നെ കച്ചവടമല്ലേ, നമുക്ക് ഇവിടെ തന്നെ ഇരുന്നിട്ട് ഒരു ചെറുതായിട്ട് ഇതിൻ്റെ ഉടമസ്ഥനോടൊക്കെ ചോദിച്ചിട്ട് കഴിവിൻ്റെ പരമാവധി നമുക്ക് എന്തെങ്കിലുമൊക്കെ ഒരു അഡ്ജസ്റ്റ്മെൻറ്റ് ചെയ്തെടുക്കാം. താഴെ കാണുന്ന നമ്പറുമായിട്ട് പെട്ടെന്ന് കോൺടാക്ട് ചെയ്തോളൂ.